തത്വചിന്തകരുമായ ആളുകളാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ ആചാര്യ ഗുരുക്കന്മാരെയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങൾ. ആ നിലയിൽ ഞങ്ങൾക്ക് പ്രത്യേകമായി ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ മതസമൂഹത്തെക്കുറിച്ചോ നിങ്ങൾ പറയുവാനും, മറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗീയ മുഖങ്ങളെ ഈ താമഭൂമിയിൽ വഴി ചരിത്രത്തെ BC എന്നും AD എന്നും 2 ഉപദേശങ്ങളായി പേരുപിടിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാണയക്കല്ലായി നീണ്ടു നിൽക്കുന്ന ഒരു പുരുഷ കേസിൽ കർത്താവായ യേശു, ആ യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ അനന്യമായ ആഗ്രഹം. ഈ ആഗ്രഹ സാഫല്യ നിവൃത്തിക്കായി ഞങ്ങളിന്ന് രാവിലെ സമയം ഈ വെയിലും കൊണ്ട് ഈ കവലയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കേറെ ചാരിതാർത്ഥ്യം. ഞങ്ങൾ ഇതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിന് 1, 2, 3, 4 എന്നിങ്ങനെ അതിപ്രധാനമായ 3-4 കാരണങ്ങൾ ഞാനിവിടെ പറഞ്ഞ് ഞങ്ങളുടെ വാക്ക് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം കർത്താവായ യേശു ഒരു ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തുവിന്റെ ചരിത്ര സാധ്യതയെ നിരാകരിക്കുന്ന ധാരാളം ആളുകൾ കഴിഞ്ഞ 2000 വർഷങ്ങളായി കാലത്തിന്റെ അങ്ങും ഇങ്ങുമുള്ള കളിയിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല. ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ ഇല്ല. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു മിഥ്യയാണ്. യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നയാളെ അതൊക്കെ മറുപടി അതാത് സമയത്ത് കാലാകാലങ്ങളായി സംവാദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരസ്യകാലം അങ്ങനെയുള്ള വേദികളല്ല. പരസ്യകാലം നിങ്ങൾക്ക് പറയുവാനുള്ളത് ഞാനും നിങ്ങളുടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. AD 2024 നാം ജീവിക്കുന്നു. നിങ്ങൾ അക്രൈസ്തവരാകാം, ഞാൻ ക്രൈസ്തവരാകാം. നിങ്ങൾ ബൗദ്ധികനാകാം, ഇസ്ലാമിയാകാം. നാം ആദ്യ തന്നെയായിരുന്നാലും നാം ജീവിക്കുന്നത് AD 2024. എന്താണ് ഈ AD 2024 സൂചിപ്പിക്കുന്നത്? വിശ്വചരിത്രത്തെ 2 കഷങ്ങളായി കീഴ്മുറിച്ച ഒരു പുരുഷ കേസരി ചരിത്രത്തിന്റെ നടുവിലെ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി നിലനിൽക്കുന്നു. അതിനാണ് അസഹനായ യേശു. ഭൂമിലോകത്തിന്റെ മധ്യഭാഗത്തെ പെട്ടുപോലെ കിടക്കുന്ന ഒരു സാമ്രാജ്യം, ഇസ്രായേൽ രാഷ്ട്രം. ആ രാഷ്ട്രത്തിലെ ആരും അറിയാത്തൊരു ചെറിയ കുഗ്രാമം യഹൂദിയയിലെ മേഖലയിൽ. ആ മേഖലയിൽ ദരിദ്ര കുടുംബത്തിൽ മറിയ എന്നത് ഉയരത്തിലൊരുപാട് 33 ലക്ഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പാപികളാലും അല്ലാത്തവരാലും പിശാചിനാലും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ട് അന്നത്തെ ഗലീലയുടെ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ പ്രത്യേകത്തിന് മുമ്പായി ഇന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചതിനായി തന്നെ പരക്കെ വിമർശിച്ച പരീക്ഷ ലക്ഷ്യത്തിന്റെയും സാമൂഹ്യ ലക്ഷ്യത്തിന്റെയും നെഞ്ചിൽ നേരെ നിലകൊണ്ടുകൊണ്ട് നിങ്ങളാർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കുവാൻ കഴിയുമെന്ന് പരസ്യമായി ചോദിച്ച് മുപ്പത്തിമൂന്നിലെ തിരുവേശത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവലെ കോശി യാഗമായി അടിമത്തിലെ യോസേഫ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗലീലയുടെ മന്ത്രിയുടെ ശവക്കല്ലയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 തന്നെ അരുമശിഷ്യന്മാർക്കും 500-ലധികം ആളുകൾക്കും ഗലീലയിലും യെരുശലേമിലും യഹൂദിയിലുമായി പ്രത്യക്ഷനായി സ്വർഗ്ഗോട് മഹിമയിലേക്ക് കടലിപ്പോയവരും കാലാകാലങ്ങളായി തന്നെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന ഏവരെയും രക്ഷിപ്പാൻ അവരെ വിനിയോഗിക്കുവാൻ സ്വീകരിക്കുവാൻ അനധിവിദൂര ഭൂമിയിൽ ആകാശത്തിന്റെ ഏറെ കീറിമുറിച്ചുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് വരാൻ വീണ്ടെടുക്കാൻ രക്ഷിക്കാമെന്ന് ലോകത്തോട് വാഗ്ദാനം ചെയ്ത് മടങ്ങിപ്പോയ നസറേത്തുകാരനായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിന്റെ ചരിത്ര സാധ്യതയെ ഇന്നുവരെയും ആർക്കും ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. 2 എന്നുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും. യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്ന 2ാമത്തെ കാരണം ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാനും നിങ്ങളും അനുമതി ഏർപ്പെടുന്ന ആളുകൾ അനവധിയാണ്. പല ആളുകളുമായിട്ട് ഈ 64 വയസ്സ് വരെ ഞാൻ പല കാര്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. എന്നെ പറഞ്ഞ് വിശ്വസിക്കുന്ന പല ആളുകളും എന്നെ കടന്നുവരുന്നുണ്ട്. പല ആളുകളും സാമ്പത്തികമായി തടസ്സങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ വിശ്വത്തിന്റെ ചരിത്രത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു പുരുഷ കേസരി, അവനാണ് അസഹ്യനായ യേശു. അവനിപ്രകാരം പറയുകയുണ്ടായി, നിങ്ങളെന്നെ ക്രൂശിച്ച് കൊന്നാൽ ഞാൻ 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തുനിൽക്കും. എപ്പോഴാണ് പറഞ്ഞത്? തന്റെ മരണത്തിന് തൊട്ടുമുമ്പാണ്. അവന്റെ അരുമശിഷ്യന്മാരായി ഗലീലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യന്മാരായ 12 ശിഷ്യന്മാർക്ക് പോലും യേശു പറഞ്ഞ സൽവചനങ്ങളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞല്ല. യേശു പറഞ്ഞു, ഈ മന്ദിരം പുറത്തെയും ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പറയും. യേശു ഓർന്ന് ദേഹമനത്തെ രക്ഷയെ കുറിച്ച് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, മയം നിവാസികളെ, ലോക ചരിത്രത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന അനുവാദ
ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യകേസരി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു മാത്രമാണ്. അവൻ മാത്രമാണ് വിശ്വസിക്കുവാൻ യോഗ്യനായത്. യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കുക. കർത്താവുണ്ടായി, ഞാൻ ഇതാ പോകുന്നു, നിങ്ങൾക്ക് ഭവനമെടുക്കാൻ പോവുക. ഞാൻ പോയി ഭവനമെടുത്തിയാൽ ഞാൻ ഇരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങൾ ഇരിക്കണമെന്ന് നിങ്ങളെ പിന്നീട് വന്ന് എന്നെ രക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് താൻ ആരൂഢനായിരിക്കുന്ന കസേരയിൽ തന്റെ അണികളായ ആളുകൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ 2, 3, 4 പ്രാവശ്യം നമ്മുടെ മണ്ണിലേക്ക് കയറുമ്പോൾ ആ കസേരകൾ പിന്നെയും ആവർത്തിച്ചാവർത്തിയിരിക്കുകയില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പിടിക്കുന്ന ആളുകൾ ജീവിതകാലം മുഴുവനും, അതായത് മരണനിമിഷം വരെയും തങ്ങളുടെ രാഷ്ട്രീയ വീരപോരാട്ടങ്ങൾ പോരാടി ഏറ്റവും ഉത്കൃഷ്ടമായ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച് ജീവിച്ച് മരിക്കണമെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ മെസ്സേജിലേക്ക് അച്ഛന്റെ മകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ, നിങ്ങളെ അനുഗമിച്ചാൽ ഞാൻ വീണ്ടും വരും, ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങളിലേക്ക്. എങ്ങനെ ഇരക്കും? ഞാനിരിക്കുന്ന അതേ സന്യാസങ്ങൾ എന്നോടൊപ്പം തുല്യമായ ഭവനം നൽകി, എന്നോടൊപ്പം സ്ഥായിയായ തേജസ് നൽകി ഞാൻ നിങ്ങളെ എന്നോടുകൂടെ ഇരുത്തും. ലോകത്തിലെ ഏതെങ്കിലും ഒരു സാമൂഹിക പരിഷ്കർത്താവോ ഒരു രാഷ്ട്രീയ നായകരോ ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങളാക്കി നിങ്ങൾ അറിയത്തുള്ളൂ. നസറേയനായ യേശു ഇപ്രകാരം അറിയിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തു ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല, അവൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. തന്റെ അടുക്കൽ വരുന്ന ഏവരെയും അവൻ കൈകൊണ്ടിട്ടുണ്ട്. യേശു ഇപ്രകാരം പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. മൂന്നാമത് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന മൂന്നാമത്തെ കാരണം, യേശു ക്രിസ്തുവിനെ പോലെ അവകാശവാദികൾ, അവകാശപ്പെട്ട മറ്റാരും ഈ ഭൂമിയില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാവും, നിങ്ങൾക്ക് ഇങ്ങനെ എന്നോളം ജീവിക്കും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റുകൊള്ളുന്ന ഏത് മനുഷ്യനും യേശു സാക്ഷാൽ ജീവനായ യേശു ക്രിസ്തു പ്രകാരം ജീവിക്കുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഞാൻ ജീവന്റെ അപ്പമാവും. യേശു പറഞ്ഞു, ഞാൻ വാതിലാകും എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കുള്ള ഏകവാദം. അനേക വാദികളില്ല. ഇന്നത്തെ ലോക മതസമയങ്ങളെല്ലാം പ്രസംഗിക്കുന്നത് ലോകത്തിലെ 600,000 നദികളെല്ലാം വിവേകങ്ങളായ മലയിൽ നിന്നും പർവ്വതങ്ങളിൽ ഉത്ഭവിച്ച് അവയെല്ലാം വ്യത്യസ്തമായ പാതകളോട് വരികയും ഏറ്റവും കൂടുതൽ മഹാസമുദ്രത്തിൽ വന്ന് നിലനിൽക്കുന്നു. അതുപോലെ മതം ഏതായാലും സാരമില്ല, എല്ലാവരും ഗ്രഹിക്കുന്ന ഈശ്വരനെയാണ്. എല്ലാ മതങ്ങളും ഒരാളെ തന്നെ ദൈവമുള്ളൂ. ഏറ്റവും കൂടുതൽ അനന്തവിഹായസിൽ ആ ഈശ്വരൻ ചെന്ന് അവൻ ജയിച്ച് അമരുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്റെ വാതിൽ, ഞാൻ രക്ഷയുടെ വാതിലാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ഏറ്റവും കടത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, വളരെ വേഗത്തോടെ ഓർപ്പിക്കട്ടെ, യേശുവിനെ പോലെ അവകാശവാദം ഉന്നയിച്ച ഒരു ഉത്തരപ്രദേശകേസരി ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവന്റെ അവകാശവാദങ്ങൾ നിസ്തുല്യമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനമാകും. യേശു ക്രിസ്തുവിന്റെ 7 അവകാശവാദങ്ങൾ 4 സുവിശേഷങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. ആ അവകാശവാദങ്ങളെല്ലാം 1.5 ലക്ഷമായി യേശു ക്രിസ്തു അവകാശപ്പെടുക മറ്റുള്ള ആളുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞല്ല. താൻ ജനിച്ച് ജീവിച്ച 33 വർഷക്കാലം ഈ ഭൂമിയിൽ ഉത്ഥാനം ചെയ്യപ്പെട്ടിട്ട് പിന്നെ അവനെ അനുകരിച്ച ആളുകൾ നൽകിയതല്ല അവന്റെ ദിവ്യത്വം. അവൻ സാക്ഷാൽ സ്വർഗത്തിൽ നിറയുമെന്ന ജീവന്റെ അപ്പനാണ്. അവൻ സാക്ഷാൽ രക്ഷകനാണ്, സാക്ഷാൽ ജീവവാദമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ എന്നോട് അടുത്ത് വരും, നിങ്ങൾ പുറത്തു പോകും, നിങ്ങൾ സാക്ഷാൽ ജീവൻ കണ്ടെത്തും. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ മാത്രം പുനരുത്ഥാനവും ജീവനുമാകുന്നു. നിങ്ങൾക്കറിയാമോ, പീലാത്തോസിന്റെ വൃത്തോടത്തിന്റെ മുമ്പാകെ കുറ്റവാളിയെ പോലെ പിടിക്കപ്പെട്ടവനായി യഹൂദ പുരുഷനാൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവനായിരുന്ന നമ്മുടെ കർത്താവായ യേശു മനുഷ്യവർഗത്തിന്റെ പാപക്ഷമത്തിനായി ലോകത്തിൽ വിശ്വത്തിന്റെ ലോകത്തിൽ കാലത്തിന് ശ്രദ്ധയും മനുഷ്യരത്തിനായി വിളിച്ചവൻ ഇതാ പീലാത്തോസിന്റെ സിംഹാസനമായി വിസ്തരിക്കപ്പെട്ട് കുറ്റമറ്റിൽ നിന്ന് വീട്ടിലുണ്ടായിട്ടും കുറ്റക്കാരനെ പോലെ ചാട്ടമാറുകൊണ്ട് അടിയേൽപ്പിച്ചിട്ട് ഭാര്യയെ മരക്കുറിച്ച് മുന്നിലെത്തിക്കൊണ്ട് കാൽവരിയിലേക്ക് പോയി 2 കള്ളന്മാർക്ക് പ്രവേശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു. ചരിത്രം പറയുന്നു, അവരവനെ ഗോഗോള എന്ന കാൽവരി മലയിൽ ഇരത്തും വലുപ്പമായി 2 കള്ളന്മാർ നടുവിൽ അവനെ ഘോഷിച്ചു. എന്നാൽ യേശു ക്രിസ്തു മുൻ പറഞ്ഞതുപോലെ അടിമത്തിലെ യോസേഫിന്റെ സമ്പന്നമായ കലറയിൽ അവന്റെ ഭൗമശരീരം സംസ്കരിച്ചു. എങ്ങനെ സംസ്കരിച്ചു എന്ന് സുവിശേഷം അറിയപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ യേശു ക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യന്മാരായിരുന്ന അടിമത്തിലെ യോസേഫ് എന്ന മന്ത്രിയും നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ രാത്രിയിൽ കാണാൻ വന്ന അദ്ദേഹത്തിന്റെ രഹസ്യ ശിഷ്യൻ പീലാത്തോസിന്റെ അരഹനയിച്ച
യേശുവിന്റെ ശരീരം വിട്ടുവിടുവാനായി അപേക്ഷിച്ചു. അവരുടെ അപേക്ഷ പോലെ അവന്റെ ശരീരം വിട്ടുകൊടുത്തു. യഹൂദന്മാരുടെ ശവസംസ്കാര മര്യാദ പ്രകാരം ചരിത്രത്തിൽ ഇന്നുവരെ ഒരു യഹൂദന് ലഭിക്കാത്ത ഏറ്റവും മാന്യമായ ഒരു ശവസംസ്കാരം മൂവരാത്ത സുഗന്ധക്കൂട്ടിന്റെ കുഴമ്പുകൊണ്ട് വിരലിലെ പുരട്ടി ശരീരം ചിലകളാൽ പൊതിഞ്ഞ് ഊഴ്ത്തടി പോലെ അടിമത്തിലെ യോസേഫിന്റെ കാലയിൽ വെച്ചു. ഡയനാമത്തിൽ വെച്ച് പൊട്ടിച്ചാൽ ആ ശരീരം ഇനി പൊട്ടുകയില്ല. കാരണം ഒരിക്കലും സുഗന്ധ പശകളുണ്ട് വിരലിൽ അത് ചുരുട്ടി ആ ശരീരത്തിൽ ഒട്ടിച്ച് ഒരുപോലെ ഈ ശരങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ശരീരത്തിന് ഉയർത്തുകയില്ല. ബോധോട്ടിച്ചാലും അത് സുരക്ഷതയുള്ളൂ, അത് ഉയർത്തേണ്ടി കഴിയില്ല. പിശാചിന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അവനെ മരിച്ച് അടക്കി മൂന്നാമത്തെ ദിവസം, അതായത് ആഴ്ചവെടുത്തിന്റെ ഒന്നാമത്തെ ദിവസം യേശുവിനെ സ്നേഹിച്ച സ്ത്രീകൾ മറിയയും ശോഷനെയും കണ്ടു. നസറേയനായ യേശുവിനെ അടക്കിയ അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറ സ്ത്രീ എന്ന ഗത്സമന തോട്ടിലെത്തി. അതേകാലത്ത് നേരം ഇരുട്ടുള്ളപ്പോൾ തന്നെ അവരെത്തി. അവർ വരുമ്പോൾ തന്നെ അവരെ അതിശയിപ്പിച്ച കാഴ്ച കല്ലറയുടെ വാദത്തിൽ ഭാരമേറിയ കല്ല് പുരാതനായ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു വീഴുക. 2000 കിലോഗ്രാം വരെ തൂക്കം വരുന്ന ഭാരമേറിയ റൗണ്ട് ഷേപ്പിൽ പാലയിൽ വെട്ടി ഉണ്ടാക്കിയ ഒരു കല്ല്. ആ കല്ലയുടെ ഭാഗത്ത് വീഴ്ച ഒരിക്കൽ ഉരുത്തിയ ചുഴിയിട്ടാൽ ഉണ്ടാക്കി വരുമ്പോഴും നിലച്ചാൽ തിരിച്ചെടുക്കാൻ കഴിയാത്തത് ഭാരമേറിയ കല്ല് ഉരുത്തിയ കല്ലറയിൽ വെച്ച്. പക്ഷേ മറിയയും ശൂഷനെയും കണ്ട കാഴ്ച ഇങ്ങനെയാണ്. വാദിക്കുന്ന കല്ലറ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അവന് പൊലിഞ്ഞ ശിലകൾ ഒരു സൈഡിൽ മാറിയിരിക്കുന്നു. അവന്റെ മുഖം മറച്ചുള്ള തിരശീല തലയ്ക്ക് ചുരുട്ടി വെച്ചിരിക്കുന്നു. കല്ലറയുടെ മുൻഭാഗത്തും പിൻഭാഗത്തുമായ 2 ദൂതന്മാർ കാൽക്കലും തലയ്ക്കലുമായിരിക്കുന്നു. യേശുവിന്റെ തിരിശീലകൾ അന്വേഷിച്ച സ്ത്രീകളോട് അവർ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ മരിച്ചവരെ ജീവനുള്ളവരെ മരിച്ചവരെയിൽ അന്വേഷിക്കുന്നു. അവനിവിടെയില്ല. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു പാട്ടുകാരികളെ പാടി ഉലക മഹാന്മാർ അതിനിടെ ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മൾ ഉന്നതനേശ്വരേശ്വരൻ മാത്രം ഉയരത്തിലുമാകുന്നു. വൈദ്യനിവാസികളെ ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിന്റെ അവകാശം പോലെ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരിച്ചവൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ, ലോകം കാലാകാലങ്ങളായി ജന്മം കൊടുത്ത മസ്തിഷ്കാകാരന്മാർ മഹാനായ സോക്രട്ടീസ്, അരിസ്റ്റോട്ടില്, പ്ലിനി, പ്ലേറ്റോ, ഇന്ത്യയിലെ തത്വശാസ്ത്രിയായിരുന്ന ബാലരായണൻ ഇവരെല്ലാം കാലാകാലങ്ങൾ തങ്ങളുടെ തത്വങ്ങൾ കൊണ്ട് ലോകത്തെ കരുപ്പിടിപ്പിച്ച ആളുകളാണ്. അസംഖ്യം ആളുകൾ അവർക്ക് അനുവാദകരായിട്ടുണ്ടായിരുന്നു, അനുവാദം ചെയ്തിട്ടുണ്ടായിരുന്നു, ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ച് മൺമറഞ്ഞ് കല്ലറകൾ ഇന്നും നിൽക്കുന്നു. എന്നാൽ ചരിത്രത്തിൽ മരിച്ച ശേഷം ധനകലയെടുത്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോൾ ജീവിക്കുന്ന ഒരേവരുണ്ടെങ്കിൽ അവരാർക്കാൾ പ്രസവിക്കുന്ന നസറേയനായ യേശു. ആ യേശു ക്രിസ്തുവൻ മുൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചവർക്ക് ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ പിതാക്കന്മാരെയോ അവരുടെ പിതാക്കന്മാരെയോ പ്രവർത്തിക്കാൻ 20 തലമുറ എണ്ണിയാൽ ഈ ദേശത്ത് മരിച്ചടക്കപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ ഇന്നുവരെ കല്ലറയെടുത്ത് ഉയർത്തിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, യേശു ഉയർത്തെഴുന്നേൽക്കാൻ പീലാത്തോസിലേക്ക് അവനെ ക്രൂശിപ്പോലെത്തിക്കുന്ന പരീക്ഷ ചോദിക്കുന്നു. അവൻ ഇപ്രകാരം പറഞ്ഞ യജമാനെ, ഈ മനുഷ്യൻ ഒരു ചതിയനാണ്, ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ക്രൂശിൽ കൊണ്ടാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഞങ്ങൾ പ്രകാരം ചെയ്യണം. ഇവൻ ഉയർത്താൻ പാടില്ല, യേശു ഉയർത്താൻ പാടില്ല. അതിനായ ആവശ്യം യേശുവിനെ മരിപ്പാൻ ഏൽപ്പിച്ചുകൊണ്ട് പീലാത്തോസിന്റെ ആവശ്യം. 2, യേശു ഉയർത്താൻ പാടില്ല. ആരുടെ ആവശ്യം? യേശുവിനെ മനഃശിക്ഷയ്ക്കായി കുറ്റവാളിയായി ഏൽപ്പിച്ചുകൊടുത്തത് യഹൂദ പരിശോധന ആവശ്യം. യേശു ഉയർത്താൻ പാടില്ല. വേറൊരാളുടെ ആവശ്യം. യേശു ഉയർത്താൻ പാടില്ല. പരീക്ഷപക്ഷത്തിന്റെ ആവശ്യം. യേശു ഉയർത്താൻ പാടില്ല. സാധുക്യപക്ഷത്തിന്റെ ആവശ്യം. യേശു ഉയർത്താൻ പാടില്ല. റോമാ സാമ്രാജ്യത്തിന്റെ ആവശ്യം. പക്ഷേ നാം വായിക്കുന്നതിനെയാണ് 3-ാം ദിവസം മരണത്തെ മറികടന്നുകൊണ്ട് ഇതാ ഉലക മഹാന്മാരെല്ലാവരും ഒരുപോലെ ഇന്നും കല്ലറയുടങ്ങുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു അവൻ കല്ലറയുടെ ബന്ധനത്തെ ഭേദിച്ചുകൊണ്ട് കല്ലറയുടെ വാഴയ്ക്ക് മാറ്റിവെക്കുന്ന ഭാര്യയുടെ കല്ലുവെട്ടി മാറ്റിക്കൊണ്ട് നസറേത്തുകാരനായ തച്ചന്റെ മകൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. തന്റെ മരണത്തെ സദാകാലത്തേനും അവൻ പരാജയപ്പെടുത്തി. അവൻ കല്ലറയുടെ വാഴയ്ക്ക് എന്തെങ്കിലും ചോദിച്ചു, മരണമേ നിന്റെ വിഷമത്, മരണമേ നിന്റെ വിഷമത്, മരണത്തിന്റെ വിഷമത പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിലനിന്നും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പിൽക്കാലത്ത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനും സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ പശുവിനെ മത്സരിക്കുന്ന സാധനം അതിനെ വിരമിച്ചു വരികയാണ്. നമ്മുടെ കർത്താവായ
മരിച്ചു, 3 തിരുവചനം പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ആ പുനരുത്ഥാനത്തിന്റെ വശ്യശക്തിയുടെ വസീലത്തിൽ അകപ്പെട്ട ശൗല് പിന്നീട് പൗലോസായി അദ്ദേഹം പറയുകയാണ്, യഹൂദന്മാരെ രക്ഷിക്കുന്നു, യവനന്മാരെ രക്ഷിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളുടെ പേർക്കാലം പ്രസംഗിക്കുന്നത് ക്രൂശിനെങ്കിലും ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ഇനി 4ാമത്തെ കാരണം, ഞങ്ങൾ ഇന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും. 4 മിനിറ്റ് കാണിക്കുന്നത്, 4 മിനിറ്റ് 4ാമത്തെ കാരണം പറയാം. ഞാൻ തന്നെ യേശുവിനെ പോലെ തന്നെ അനുകരിച്ചവരെ തന്റെ സന്നിധിയിലേക്ക് പിന്നെയും മടക്കി നിൽക്കാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവനോടെ സ്വർഗത്തിലേക്ക് പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒരേ ഒരു അവനാണ് നസറേയനായ യേശു. സ്ത്രീത്വം പറഞ്ഞിട്ടില്ല താൻ ദൈവമാണ്, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല താൻ ദൈവമാണ്. എന്നാൽ അവരൊക്കെ നമ്മൾ ദൈവമായി അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അവരെയൊക്കെ മടങ്ങും പറയുന്നവര്. എന്നാൽ യേശു ക്രിസ്തുവും താന് അവകാശപ്പെട്ടവർ സ്വർഗത്തിൽ ഇറങ്ങിയവരാകുന്നതാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയാൽ പോയതുപോലെ മടങ്ങി വരും. എന്നാലും വർഷങ്ങൾക്ക് മുമ്പ് വേദപാതകളെ കയറിക്കൊണ്ട് യഹൂദിയിലെ ബിരാനിയിലുള്ള ആ ഉലിഹമലയിൽ നിന്ന് വേദപാതകൾക്കപ്പുറത്തേക്ക് മാറിയ, അതായത് ആകാശത്തിന്റെ അയവാളിലേക്ക് മങ്ങി മടഞ്ഞ നസറേയനായ യേശു അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മടങ്ങി വരും, എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ചേർത്തുള്ളൂ. എന്നാൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് അവരെ ഇരുത്തും. ഈ വാഗ്ദത്തം ലോകത്തിന് നൽകിയ ഒരേ ഒരു പുരുഷൻ നസറേയനായ യേശുവാണ്. അതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതായത് മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണത്തിന്റെ അപ്പുറത്തേക്ക് നീണ്ടെടുക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ മനുഷ്യനുണ്ട്. ആ പ്രത്യാശ മനുഷ്യരാക്കിയുവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ മതം മാറേണ്ട, പേര് മാറേണ്ട, നിങ്ങളുടെ പള്ളി മാറേണ്ട, നിങ്ങളുടെ ജാതി മാറേണ്ട, കുലം മാറേണ്ട, വർഗം മാറേണ്ട. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനം ഉണ്ടാകണം. അതായത് എന്റെ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയെ കുശയാകമായിട്ടുണ്ട്. 3 ശരീരത്തിലെ യേശുവിന്റെ കലയുണ്ട്. ഉയർത്തിന്റെ സ്വകാര്യ ഈ കർത്താവായ യേശു എത്രയും ദൂരേക്കും വരുവാൻ പോവുകയാണ്. ആ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചാൽ പറയുന്നു, നിങ്ങളുടെ പാപത്തിൽ കവിഞ്ഞെടുത്താൽ മാറും. ഔഷധം എക്സാമൻ പോലെ കവിഞ്ഞെടുത്താൽ മാറും. അത് പഞ്ഞു പോലെ ആയിത്തീരും. അവന്റെ മുഖമായ യേശുവിനെ സകലഭാവം നോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ആ അർത്ഥപ്പെട്ടവരെ ഈ കർത്താവിനാകും നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. യേശുവിനെ ഞാൻ പാപിയാണ്, എന്റെ ഭാവത്തിന് പരിഹരിച്ചു വരികയാണ്. അന്റെ ക്രൂശിൽ മരിച്ചതിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനാ ജീവിതം സമർപ്പിക്കുക. രക്ഷിക്കപ്പെടുക, വരുവാനുള്ള രാജ്യത്തിൽ അവന്റെ പള്ളിയായി തീരുക. അതിനാൽ ഞങ്ങൾ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗ്ഗത്തിലേക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് നാമം കുറിക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ആമേൻ.